ദൈവമാതാവിനെ മധ്യസ്ഥയാക്കി കച്ചവടം നടത്തുന്നവർ. സത്യപ്രഭ 11-ാം ഭാഗം. കഴിഞ്ഞയിടെ കത്തോലിക്ക സഭയുടെ പോപ്പിന് ഒരു തിരിച്ചറിവുണ്ടായി. മാതാവ് മധ്യസ്ഥയോ രക്ഷകയോ അല്ലെന്ന് അദ്ദേഹം വിശ്വാസികളോട് പ്രഖ്യാപിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ മാതാവിനെ വിൽപ്പനച്ചരക്കാക്കി മൊത്തമായും ചില്ലറയായും കച്ചവടമടിക്കുന്ന കത്തോലിക്ക സഭയിലെ കൂദാശത്തൊഴിലാളികൾ ഒരു ഉൾക്കിടിലത്തോടെയാണ് പോപ്പിൻ്റെ ഈ പ്രഖ്യാപനം കേട്ടത്. കാരണം വേളാങ്കണ്ണി മാതാവ്, അമലോത്ഭവ മാതാവ്, കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ്, കൊരട്ടിമുത്തി, കുരിക്കഴിക്കുന്ന മാതാവ് എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളിൽ മാതാവിനെ ഇവർ മൊത്തമായും ചില്ലറയായും അവർ കച്ചവടം നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ആലപ്പുഴയിലെ കുർവാസനം പോലെയുള്ള പൈശാചിക കേന്ദ്രങ്ങളിൽ മാതാവിനോടുള്ള ഉടമ്പടി എന്നും പറഞ്ഞ് പ്രതിദിനം ലക്ഷങ്ങളാണ് അത്താഴപ്പട്ടണിക്കാരായ മൊണ്ണവിശ്വാസികളിൽ നിന്നും കുർവാസന ജോസഫ് എന്ന പാതിരിപ്പാമ്പ് തട്ടിയെടുക്കുന്നത്. നല്ല വരുമാനം ലഭിക്കുന്നത് കൊണ്ടാവണം മാതാവിനെ ഇവർ യേശുതമ്പുരാനും മുകളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാവ് മധ്യസ്ഥയോ, മാതാവ് ബഹുമാനിക്കപ്പെടേണ്ടവളാണോ അതോ ആരാധിക്കപ്പെടേണ്ടവളാണോ, മാതാവിൻ്റെ പ്രസക്തി എന്തെന്ന് വിശദീകരിക്കുകയാണ് മൈ ചർച്ച് മൂവ്മെൻറ്റ് സ്ഥാപകനായ എ.വി. തോമസ് അച്ചായൻ. ഒരു ഓർത്തഡോക്സ് സഭാംഗമായി ജനിച്ച തോമസ് അച്ചായൻ വിശുദ്ധ വേദപുസ്തകം സ്വയമേ വായിച്ചു മനസ്സിലാക്കിയ സത്യങ്ങളാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. സത്യപ്രഭ ഭാഗം 11. ദൈവം തമ്പുരാന് മഹത്വമുണ്ടാകട്ടെ. ഈ വിഷയം വാസ്തവത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ചോദ്യമാണ്. എന്നാൽ അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പേ ഞാൻ 2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, പൗരോഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു എപ്പിസോഡ് കേട്ട ഒരു കുട്ടി അഹറോന് 4 പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അഹറോന് 4 പുത്രന്മാരുണ്ടായിരുന്നു, എന്നാൽ ആദ്യം തന്നെ മൂത്ത പുത്രന്മാരായ നാദാബും അബീഹുവും ധൂപക്കുറ്റിയിൽ അന്യാഗ്നി ജ്വലിപ്പിച്ചത് അനുമതിയില്ലാതെ ആയതിനാൽ ദൈവം അവരെ 2 പേരെയും സമാഗമന കൂടാരത്തിന് മുൻപാകെ എല്ലാ ജനവും കാണെ ദൈവത്തിൽ നിന്നും അഗ്നി പുറപ്പെട്ട് ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നെ 2 മക്കളെ ഉള്ളൂ. അവരെ കൊണ്ട് കാളയെ അറുക്കുക അസാധ്യമത്രേ. അവിടെയാകുന്നു 3-ാമത്തെ ആളിൻ്റെ പ്രസക്തി. 3-ാമത്തെ ആൾ അഹറോനായിരുന്നു. ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. 2-ാമത്തെ വസ്തുത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വെറും ഒരു കാട്ടൊലിവിൻ കൊമ്പായിരുന്നു. യേശു എന്നെ തെരഞ്ഞു പിടിച്ച് വെട്ടി നിരപ്പാക്കി നല്ല ഒലിവിനോട് കൂടെ ചേർത്ത് വെച്ചു. അഭിഷേകം ചെയ്തു, വചനം പഠിപ്പിച്ചു, പരിശുദ്ധാത്മ ഫലം കണ്ടതിന് ശേഷം വരങ്ങൾ തന്നു, കൂട്ടുവേലക്കാരനും കൂട്ടവകാശിയുമാക്കി. എൻ്റെ പിതാവിൻ്റെ തോട്ടത്തിലാകുന്നു പണിയെടുക്കുന്നത്. അതിനാൽ കോടികൾ മുടക്കും തരുന്നത് കർത്താവത്രേ. പിശാചിനെ തുരത്തുന്ന ഡെലിവറൻസ് ശുശ്രൂഷ നടത്തുന്നത് ഞാനല്ല, പരിശുദ്ധാത്മാവത്രേ. ഒരിക്കൽ പോലും പിശാച് എതിർത്ത് നിന്നിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ ശത്രു പിശാചത്രേ. അതത്രേ, വേറെ ശത്രുക്കൾ എനിക്കില്ല. നിങ്ങൾ ഒരു ശിഷ്യൻ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിലോ സ്വർഗരാജ്യത്തിലോ നിങ്ങൾക്ക് പങ്കും ഓഹരിയും ഇല്ല. അതത്രേ എൻ്റെ ഗോസ്പൽ വർക്ക്. നിങ്ങൾ ശിഷ്യരായാൽ സ്വർഗരാജ്യത്തിൽ നിന്ന് അവകാശിയാകും. എൻ്റെ വേല തീർന്നു. ഇതിനാകുന്നു എനിക്ക് കൽപ്പന തന്നിരിക്കുന്നത്. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഇടയൻ യേശു. ഇപ്പോൾ രക്ഷ നേടുന്നതിന് പാപങ്ങൾ മഹാപുരോഹിതനായ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചോദ്യം, മാതാവ് മധ്യസ്ഥയോ? അല്ല, ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1 തിമോത്തി
2:5 ഞാൻ വായിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതിൻ്റെ അർത്ഥം മറ്റുള്ള മധ്യസ്ഥന്മാരെല്ലാം വ്യാജമാണ്. രണ്ടാമത്, മാതാവ് മുഖേനയോ മറ്റാരെങ്കിലും മുഖേനയോ അപേക്ഷിച്ചാൽ ദൈവം കേൾക്കുകയില്ല. അത്രയേ ഉള്ളൂ. മാതാവിൻ്റെ പ്രസക്തി അത് വളരെ പ്രധാനമാകുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ അടുത്ത സ്ഥാനം മറിയാമിന് നൽകേണ്ടതാകുന്നു. കാരണം ഇത്ര വിശുദ്ധ, ഇത്ര താഴാഴ്മയുള്ള വേറെ ആരും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ദൂതൻ അവളോട് അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നമ്മൾ പറയാറുണ്ടല്ലോ, മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ. അങ്ങനെ അങ്ങ് വേദപുസ്തകത്തിലില്ല. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഈ ഭ്രമിച്ചു എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം വരണം. ഇത് നമ്മുടെ സാധാരണ സ്ത്രീകളെ പോലുള്ള ഒരാളല്ല. ഇതൊരു കുട്ടിയാണ്. 14 വയസ്സുള്ള ഒരു യഹൂദ പെൺകുട്ടിയാണ്. ദൂതനെന്ന് പറഞ്ഞിരുന്നാൽ വലിയ ഉയരമുള്ള വലിയ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ ആളാണ്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. പക്ഷേ ആ വന്ദന സ്വരം കേട്ട് അവൾ ഭ്രമിച്ചു പോയി. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 2 അധ്യായം 28 മുതൽ 35 വാക്യമാണ് ഞാൻ ഈ വായിച്ചത്. ദൈവദൂതൻ്റെ പ്രത്യക്ഷതയും ഈ വചനങ്ങളും അനിതര സാധാരണമാകുന്നു. ഇതിൻ്റെ ഭവിഷ്യത്ത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാകുന്നു. 14 വയസ്സുകാരി മറിയം ഭയപ്പെടാതെ വിശ്വസിച്ചു, ദൈവഹിതത്തിന് സമർപ്പിച്ചു. ഇത് അനിതര സാധാരണമായ ഒരു ഗുണമല്ലയോ? മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നാം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ഈ മറിയ. നിൻ്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ മാതാവ് എന്ന നാമം ആകുന്നു മറിയയുടെ പ്രസക്തി. വിശ്വാസികൾ മറിയയെ ബഹുമാനിക്കണം. കർത്താവിൻ്റെ മാതാവ് എന്ന നാമധാരിയെ ആദരിക്കണം. ഒരിക്കലും ഒരു മധ്യസ്ഥയാക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. പിശാചിൻ്റെ കെണിയിൽ വീണ് സഭകൾ മാതാവിനെ വിൽക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.